ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മിനിമം ഒരു 500+ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അതായത് 2025 മുതൽ 26 ഇതുവരെ നടന്ന എല്ലാ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തണേ. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയുന്നു, ഒരു പോയിൻറ്റും വിട്ടുകളയാതെ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമുകളിൽ റാങ്ക് നിർണ്ണയിക്കുന്നത് കറണ്ട് അഫയേഴ്സാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, 2025 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, വികസിത് ഭാരത്. 2025 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം വികസിത് ഭാരത്. 2025 പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭുവനേശ്വർ. 2025 പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം നടന്ന സ്ഥലം ഭുവനേശ്വർ. 3, 2025 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ നടന്ന നഗരം? ആൻസർ ഓപ്ഷൻ സി ആണ്, ന്യൂഡൽഹി. 2025 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ നടന്ന നഗരം ന്യൂഡൽഹി. ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുക്കാത്തത് നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് വേഗം ക്ലാസ്സുകൾ അതായത് ക്വസ്റ്റ്യൻസ് ക്യാച്ച് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ? ആൻസർ ഓപ്ഷൻ എ, ഇന്ത്യ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ ഇന്ത്യ. 5, 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി? ഓപ്ഷൻ എ. ആൻസർ ഓപ്ഷൻ ബി ആണ്, പാകിസ്ഥാൻ ആൻഡ് UAE. 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി? ആൻസർ ഓപ്ഷൻ ബി, പാകിസ്ഥാൻ ആൻഡ് UAE. 6, 2025 ലോക സാമ്പത്തിക ഫോറം നടന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി, ഡാവോസ്. 2025 ലോക സാമ്പത്തിക ഫോറം നടന്ന സ്ഥലമാണ്? ആൻസർ ഓപ്ഷൻ ബി, ഡാവോസ്. 7, 2025 പത്മവിഭൂഷൺ നേടിയ വയലിൻ വിദ്വാൻ? ആൻസർ ഓപ്ഷൻ എ ആണ്, എൽ സുബ്രഹ്മണ്യം. 2025 പത്മവിഭൂഷൺ നേടിയ വയലിൻ വിദ്വാനാണ് എൽ സുബ്രഹ്മണ്യം. 8, 2025 പത്മഭൂഷൺ നേടിയ മലയാളി? ആൻസർ ഓപ്ഷൻ ബി, ശോഭന. 2025 പത്മഭൂഷൺ നേടിയ മലയാളി ശോഭന. ക്വസ്റ്റ്യൻ നമ്പർ 9, ISROയുടെ സ്പാഡെക്സ് ദൗത്യം ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഉപഗ്രഹ ഡോക്കിംഗ്. ISROയുടെ സ്പാഡെക്സ് ദൗത്യം ബന്ധപ്പെട്ടിരിക്കുന്നത് ഉപഗ്രഹ ഡോക്കിംഗ്. 10, സ്പാഡെക്സ് ദൗത്യം നടത്തിയത് ഏത് സ്ഥാപനമാണ്? ആൻസർ ഓപ്ഷൻ സി, ISRO. സ്പാഡെക്സ് ദൗത്യം നടത്തിയത് ഏത് സ്ഥാപനമാണ്? ISRO. 11, 2025 ദേശീയ യുവജന ദിനം ആചരിച്ചത് ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്വാമി വിവേകാനന്ദൻ. 2025 ദേശീയ യുവജന ദിനം ആചരിച്ചത് ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ച്? ആൻസർ ഓപ്ഷൻ ബി, സ്വാമി വിവേകാനന്ദൻ. 12, ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്? ആൻസർ ഓപ്ഷൻ ബി, 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26. 13, ദേശീയ വോട്ടേഴ്സ് ദിനം? ആൻസർ ഓപ്ഷൻ ബി, ജനുവരി 25. ദേശീയ വോട്ടേഴ്സ് ദിനം ജനുവരി 25. 14, 2025 ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗ്യാനേഷ് കുമാർ. 2025 ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. 15, 2025 ഇന്ത്യൻ നാവികസേനാ ദിനത്തിൻ്റെ തീം? ആൻസർ ഓപ്ഷൻ സി, കോമ്പാറ്റ് റെഡി, ക്രെഡിബിൾ, കൊഹൻസീവ് ആൻഡ് ഫ്യൂച്ചർ റെഡി. ഒന്നുകൂടി നോക്കാം. കോമ്പാറ്റ് റെഡി, ക്രെഡിബിൾ, കൊഹൻസീവ് ആൻഡ് ഫ്യൂച്ചർ റെഡി. 16, 2025 ദേശീയ വനിതാ ദിനം അതായത് ഇന്ത്യ ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫെബ്രുവരി 13. 2025 ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. 17, 2025 ലോക ജലദിനം? ആൻസർ ഓപ്ഷൻ സി, മാർച്ച് 22. 2025 ലോക ജലദിനം മാർച്ച് 22. 18, 2025 ലോക വനദിനം? ആൻസർ ഓപ്ഷൻ എ, മാർച്ച് 21. 2025 ലോക വനദിനം മാർച്ച് 21. മാർച്ച് 21 ലോക വനദിനവും മാർച്ച് 22 ലോക ജലദിനവുമാണ്.
ക്വസ്റ്റ്യൻ നമ്പർ 19 2025 അന്താരാഷ്ട്ര വനിതാ ദിനം. ആൻസർ ഓപ്ഷൻ ബി മാർച്ച് 8. 2025 അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. 20 ഇന്ത്യയുടെ ദേശീയ ശാസ്ത്ര ദിനം. ആൻസർ ഓപ്ഷൻ എ ആണ് ഫെബ്രുവരി 28. ഇന്ത്യയുടെ ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. 21 ദേശീയ ഗണിത ദിനം. ആൻസർ ഓപ്ഷൻ എ ആണ് ഡിസംബർ 22. ദേശീയ ഗണിത ദിനം ഡിസംബർ 22. 22 ദേശീയ ഉപഭോക്തൃ ദിനം. ആൻസർ ഓപ്ഷൻ എ ഡിസംബർ 24. ദേശീയ ഉപഭോക്തൃ ദിനം. ആൻസർ ഓപ്ഷൻ എ ഡിസംബർ 24. 23 ദേശീയ കായിക ദിനം. ആൻസർ ഓപ്ഷൻ ബി ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. 24 ദേശീയ അധ്യാപക ദിനം. ആൻസർ ഓപ്ഷൻ ബി സെപ്റ്റംബർ 5. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5. 25ാമത്തെ ക്വസ്റ്റ്യൻ ലോക പരിസ്ഥിതി ദിനം. ആൻസർ ഓപ്ഷൻ സി ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം. ആൻസർ ഓപ്ഷൻ സി ആണ് ജൂൺ 5. 26 ലോക ഓസോൺ ദിനം. ആൻസർ ഓപ്ഷൻ ബി സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. 27 ലോക ഭൂമി ദിനം. ആൻസർ ഓപ്ഷൻ ബി ഏപ്രിൽ 22. ലോക ഭൂമി ദിനം ഏപ്രിൽ 22. 28 ലോക ആരോഗ്യ ദിനം. ആൻസർ ഓപ്ഷൻ ബി ഏപ്രിൽ 7. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. 29 ലോക പൈതൃക ദിനം. ആൻസർ ഓപ്ഷൻ എ ഏപ്രിൽ 18. ലോക പൈതൃക ദിനം ഏപ്രിൽ 18. 30 ലോക തൊഴിലാളി ദിനം. ആൻസർ ഓപ്ഷൻ എ മെയ് 1. ലോക തൊഴിലാളി ദിനം മെയ് 1. 31 ലോക പത്രസ്വാതന്ത്ര്യ ദിനം. ആൻസർ ഓപ്ഷൻ ബി മെയ് 3. ലോക പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3. 32 ലോക റെഡ് ക്രോസ് ദിനം. ആൻസർ ഓപ്ഷൻ ബി മെയ് 8. ലോക റെഡ് ക്രോസ് ദിനം മെയ് 8. 33 ലോക ടെലി കമ്മ്യൂണിക്കേഷൻ ദിനം. ആൻസർ ഓപ്ഷൻ ബി മെയ് 17. ലോക ടെലി കമ്മ്യൂണിക്കേഷൻ ദിനം മെയ് 17. 34 ലോക ജൈവ വൈവിധ്യ ദിനം. ആൻസർ ഓപ്ഷൻ ബി മെയ് 22. ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22. 35 അന്താരാഷ്ട്ര യോഗ ദിനം. ആൻസർ ഓപ്ഷൻ ബി ജൂൺ 21. അന്താരാഷ്ട്ര യോഗ ദിനം ജൂൺ 21. 36 ലോക ജനസംഖ്യാ ദിനം. ആൻസർ ഓപ്ഷൻ ബി ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. 37 ലോക ആദിവാസി ദിനം. ആൻസർ ഓപ്ഷൻ ബി ആണ് ഓഗസ്റ്റ് 9. ലോക ആദിവാസി ദിനം ഓഗസ്റ്റ് 9. 38 ലോക സാക്ഷരതാ ദിനം. ആൻസർ ഓപ്ഷൻ ബി സെപ്റ്റംബർ 8. ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. 39 ലോക വിനോദസഞ്ചാര ദിനം. ആൻസർ ഓപ്ഷൻ ബി സെപ്റ്റംബർ 27. ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ 27. 40 ലോക തപാൽ ദിനം. ആൻസർ ഓപ്ഷൻ ബി തന്നെ ഒക്ടോബർ 9. ലോക തപാൽ ദിനം ഒക്ടോബർ 9. 41 ലോക ഭക്ഷ്യദിനം. ആൻസർ ഓപ്ഷൻ ബി ഒക്ടോബർ 16. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. 42 ഐക്യരാഷ്ട്ര ദിനം. ആൻസർ ഓപ്ഷൻ ബി ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര ദിനം ഒക്ടോബർ 24. 43 ദേശീയ ഐക്യദിനം. ആൻസർ ഓപ്ഷൻ ബി ആണ് ഒക്ടോബർ 31. ദേശീയ ഐക്യദിനം ഒക്ടോബർ 31. 44 ഭരണഘടനാ ദിനം. ആൻസർ ഓപ്ഷൻ ബി നവംബർ 26. ഭരണഘടനാ ദിനം നവംബർ 26. 45 ലോക എയ്ഡ്സ് ദിനം. ആൻസർ ഓപ്ഷൻ എ ആണ് ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. 46 മനുഷ്യാവകാശ ദിനം. ആൻസർ ഓപ്ഷൻ ബി ഡിസംബർ 10. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. 47 ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം. ആൻസർ ഓപ്ഷൻ ബി ആണ് ഡിസംബർ 14. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14. 48 2025 ഇന്ത്യയുടെ രാഷ്ട്രപതി. ആൻസർ ഓപ്ഷൻ എ ദ്രൗപദി മുർമു. 2025 ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. 49 2025 ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആൻസർ ഓപ്ഷൻ ബി നരേന്ദ്രമോദി. 2025 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 50 2025 ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. ആൻസർ ഓപ്ഷൻ എ ആണ് ജഗ്ദീപ് ധൻഖർ. 2025 ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. ആൻസർ ഓപ്ഷൻ എ ജഗ്ദീപ് ധൻഖർ.
51 2025 ഇന്ത്യയുടെ 58ാമത് കടുവ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ബി കർണാടക. 2025 ഇന്ത്യയുടെ 58ാമത് കടുവ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ്? കർണാടക. 52 2025 ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിതനായത് ആര്? ആൻസർ ഓപ്ഷൻ ബി ജ്ഞാനേഷ് കുമാർ. 2025 ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിതനായത് ജ്ഞാനേഷ് കുമാർ. 53 2025 ഇന്ത്യ ആതിഥേയത്വം വഹിച്ച AI സംബന്ധമായ ആഗോള സമ്മേളനം ഏത്? ആൻസർ ഓപ്ഷൻ എ AI ഇന്ത്യ സമ്മിറ്റ്. 2025 ഇന്ത്യ ആതിഥേയത്വം വഹിച്ച AI സംബന്ധമായ ആഗോള സമ്മേളനം ഏത്? AI ഇന്ത്യ സമ്മിറ്റ്. 54 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്ത്? ആൻസർ ഓപ്ഷൻ എ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 55 2025 ചന്ദ്രനിൽ ഇറങ്ങാൻ പദ്ധതിയിട്ട ഇന്ത്യൻ ദൗത്യം ഏത്? ആൻസർ ഓപ്ഷൻ സി ചന്ദ്രയാൻ 4. 2025 ചന്ദ്രനിൽ ഇറങ്ങാൻ പദ്ധതിയിട്ട ഇന്ത്യൻ ദൗത്യമാണ് ചന്ദ്രയാൻ 4. 56 ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി ഗഗൻയാൻ. ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യമാണ് ഗഗൻയാൻ. 57 2025 ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സമ്മേളനം നടന്ന നഗരം ഏത്? ആൻസർ ഓപ്ഷൻ ബി ന്യൂഡൽഹി. 2025 ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സമ്മേളനം നടന്ന നഗരം ന്യൂഡൽഹി. 58 2025 അന്താരാഷ്ട്ര യോഗാ ദിനം എത്രാമത്തേതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി 11ാമത്. 2025 അന്താരാഷ്ട്ര യോഗാ ദിനം എത്രാമത്തേതായിരുന്നു? 11ാമത്. 59 ലോക യോഗാ ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ആൻസർ ഓപ്ഷൻ ബി ജൂൺ 21. ലോക യോഗാ ദിനം ആചരിക്കുന്ന തീയതിയാണ് ജൂൺ 21. 60 2025 ഇന്ത്യയുടെ GDP വളർച്ചയെക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനം ഏത്? ആൻസർ IMF. 2025 ഇന്ത്യയുടെ GDP വളർച്ചയെക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനമാണ് IMF. 61 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. 62 ഇന്ത്യയുടെ കേന്ദ്ര ധനമന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ. ഇന്ത്യയുടെ കേന്ദ്ര ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. 63 ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ എ രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 64 ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ ബി എസ് ജയശങ്കർ. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 65 ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ എ അമിത് ഷാ. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ. 66 2025 ബ്രിക്സ് ഉച്ചകോടി നടന്ന രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി ബ്രസീൽ. 2025 ബ്രിക്സ് ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. 67 2025 G7 ഉച്ചകോടി നടന്ന രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി കാനഡ. 2025 G7 ഉച്ചകോടി നടന്ന രാജ്യം കാനഡ. 68 2025 ലോക ജലദിനം ആചരിച്ചത് ഏത് തീയതിയിൽ? ആൻസർ ഓപ്ഷൻ എ മാർച്ച് 22. 2025 ലോക ജലദിനം ആചരിച്ച തീയതിയാണ് മാർച്ച് 22. 69 ലോക വനദിനം ആചരിക്കുന്നത് ഏത് തീയതിയിൽ? ആൻസർ ഓപ്ഷൻ എ മാർച്ച് 21. ലോക വനദിനം ആചരിക്കുന്ന തീയതിയാണ് മാർച്ച് 21. 70 2025 ഇന്ത്യയിലെ ഏറ്റവും വലിയ നവീകരണ ഊർജ പദ്ധതി പ്രധാനമായും ഏത് ഊർജവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി സൗരോർജം. 2025 ഇന്ത്യയിലെ ഏറ്റവും വലിയ നവീകരണ ഊർജ പദ്ധതി പ്രധാനമായും ഏത് ഊർജവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി സൗരോർജം. 71 ഇന്ത്യയുടെ ദേശീയ ശാസ്ത്രദിനം ഏത് തീയതിയിലാണ്? ആൻസർ ഓപ്ഷൻ എ ഫെബ്രുവരി 28. ഇന്ത്യയുടെ ദേശീയ ശാസ്ത്രദിനം ഏത് തീയതിയിലാണ്? ഫെബ്രുവരി 28.
72 ദേശീയ സാങ്കേതിക ദിനം ആചരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ മെയ് 11. ദേശീയ സാങ്കേതിക ദിനം ആചരിക്കുന്നത് മെയ് 11. 73 ലോക പരിസ്ഥിതി ദിനം ഏത് തീയതിയിലാണ്? ആൻസർ ഓപ്ഷൻ എ ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. 74 അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. 75 ലോക പൈതൃക ദിനം ഏപ്രിൽ 18. ലോക പൈതൃക ദിനം ഏപ്രിൽ 18. 76 ദേശീയ വോട്ടർ ദിനം ജനുവരി 25. ദേശീയ വോട്ടർ ദിനം ജനുവരി 25. 77 ദേശീയ യുവജന ദിനം ജനുവരി 12. ദേശീയ യുവജന ദിനം ജനുവരി 12. 78 ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ 16. ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ 16. 79 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. 80 ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. 81 ഇന്ത്യയുടെ ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ഇന്ത്യയുടെ ദേശീയ കായിക ദിനം ഓപ്ഷൻ എ ഓഗസ്റ്റ് 29. 82 ദേശീയ ഭരണഘടനാ ദിനം നവംബർ 26. ദേശീയ ഭരണഘടനാ ദിനം ഓപ്ഷൻ എ നവംബർ 26. 83 ലോക മനുഷ്യാവകാശ ദിനം ഓപ്ഷൻ എ ഡിസംബർ 10. ലോക മനുഷ്യാവകാശ ദിനം ആൻസർ ഓപ്ഷൻ എ ഡിസംബർ 10. 84 ലോക പ്രമേഹ ദിനം ആൻസർ ഓപ്ഷൻ എ നവംബർ 14. ലോക പ്രമേഹ ദിനം ഓപ്ഷൻ എ നവംബർ 14. 85 ദേശീയ ഡോക്ടേഴ്സ് ദിനം ആൻസർ ഓപ്ഷൻ എ ജൂലൈ 1. ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1. 86 ലോക തപാൽ ദിനം ആൻസർ ഓപ്ഷൻ എ ഒക്ടോബർ 9. ലോക തപാൽ ദിനം ഒക്ടോബർ 9. 87 ലോക സമാധാന ദിനം ആൻസർ ഓപ്ഷൻ എ സെപ്റ്റംബർ 21. ലോക സമാധാന ദിനം ഓപ്ഷൻ എ സെപ്റ്റംബർ 21. 88 ദേശീയ ഉപഭോക്തൃ ദിനം ഓപ്ഷൻ എ ഡിസംബർ 24. ദേശീയ ഉപഭോക്തൃ ദിനം ആൻസർ ഓപ്ഷൻ എ ആണ് ഡിസംബർ 24. 89 ലോക ഓസോൺ ദിനം ആൻസർ ഓപ്ഷൻ എ സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം ഓപ്ഷൻ എ സെപ്റ്റംബർ 16. 90 ലോക വന്യജീവി ദിനം ആൻസർ ഓപ്ഷൻ എ ആണ് മാർച്ച് 3. ലോക വന്യജീവി ദിനം ആൻസർ ഓപ്ഷൻ എ മാർച്ച് 3. 91 ലോക മണ്ണ് ദിനം ആൻസർ ഓപ്ഷൻ എ ഡിസംബർ 5. ലോക മണ്ണ് ദിനം ഡിസംബർ 5. 92 ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ആൻസർ ഓപ്ഷൻ എ ഡിസംബർ 14. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ആൻസർ ഓപ്ഷൻ എ ഡിസംബർ 14. 93 ദേശീയ ഗണിത ദിനം ആൻസർ ഓപ്ഷൻ എ ഡിസംബർ 22. ദേശീയ ഗണിത ദിനം ഡിസംബർ 22. 94 ലോക ടൂറിസം ദിനം ആൻസർ ഓപ്ഷൻ എ സെപ്റ്റംബർ 27. ലോക ടൂറിസം ദിനം സെപ്റ്റംബർ 27. 95 ലോക ജനസംഖ്യാ ദിനം ആൻസർ ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. 96 ദേശീയ ഐക്യദാർഢ്യ ദിനം ഒക്ടോബർ 31. ദേശീയ ഐക്യദാർഢ്യ ദിനം ആൻസർ ഒക്ടോബർ 31. 97 ദേശീയ സമുദ്ര ദിനം ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് ഏപ്രിൽ 5. ദേശീയ സമുദ്ര ദിനം ഏപ്രിൽ 5. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. 99 ലോക ക്ഷയരോഗ ദിനം ആൻസർ ഓപ്ഷൻ എ മാർച്ച് 24. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. 100 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആൻസർ ജൂലൈ 28. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. 101 2025 അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ അതായത് FIDE ലോകകപ്പിൽ വനിതാ വിഭാഗം ജേതാവായത് ആര്? ആൻസർ ഓപ്ഷൻ ബി ദിവ്യ ദേശ്മുഖ്. 2025 അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ ലോകകപ്പിൽ വനിതാ വിഭാഗം ജേതാവായത് ദിവ്യ ദേശ്മുഖ്. 102 2025 ഇന്ത്യയുടെ ആദ്യ ഡീപ്പ് ഓഷ്യൻ മിഷൻ പരീക്ഷണത്തിൻ്റെ പേര്? ആൻസർ ഓപ്ഷൻ എ സമുദ്രയാൻ. 2025 ഇന്ത്യയുടെ ആദ്യ ഡീപ്പ് ഓഷ്യൻ മിഷൻ പരീക്ഷണത്തിൻ്റെ പേരാണ് സമുദ്രയാൻ. 103 2025 ഇന്ത്യയിലെ ആദ്യ ക്രൂയിസ് ടൂറിസം പദ്ധതിയായ ക്രൂയിസ് ഭാരത് മിഷൻ ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ്?
ആൻസർ ഓപ്ഷൻ ബി ആണ് തുറമുഖ കപ്പൽ ഗതാഗത ജലപാത മന്ത്രാലയം. 2025 ഇന്ത്യയിലെ ആദ്യ ക്രൂയിസ് ടൂറിസം പദ്ധതിയായ ക്രൂയിസ് ഭാരത് മിഷൻ ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ്? ആൻസർ ഓപ്ഷൻ ബി തുറമുഖ കപ്പൽ ഗതാഗത ജലപാത മന്ത്രാലയം. 104 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ഫോർ ഓൾ വിമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഈക്വാലിറ്റി എംപവർമെൻറ്റ്. ഒന്നുകൂടി നോക്കാം. 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഈക്വാലിറ്റി എംപവർമെൻറ്റ്. 105 ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം ഏത്? ആൻസർ ഓപ്ഷൻ എ ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ആദിത്യ L1. 106 2025 ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അഥവാ CEA ആര്? ആൻസർ ഓപ്ഷൻ എ വി അനന്ത നാഗേശ്വരൻ. 2025 ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അഥവാ CEA ആണ് വി അനന്ത നാഗേശ്വരൻ. 107 ലോക പത്ര സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ആൻസർ ഓപ്ഷൻ എ മെയ് 3. ലോക പത്ര സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്ന തീയതിയാണ് മെയ് 3. 108 2025 ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തിൻ്റെ പേര്? ആൻസർ ഓപ്ഷൻ എ ആണ് BHIM UPI. 2025 ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തിൻ്റെ പേരാണ് BHIM UPI. 109 2025 കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആന. 2025 കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം അറിയപ്പെടുന്ന പേരാണ് ആന. 110 കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. 111 കേരളത്തിലെ സംസ്ഥാന വൃക്ഷം ഏത്? ആൻസർ ഓപ്ഷൻ ബി തെങ്ങ്. കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം തെങ്ങ്. 112 കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏത്? ആൻസർ ഓപ്ഷൻ ബി കണിക്കൊന്ന. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. 113 കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏത്? ആൻസർ ഓപ്ഷൻ എ കരിമീൻ. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീൻ. 114 ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ആൻസർ ഓപ്ഷൻ എ ഡോൾഫിൻ അഥവാ ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഡോൾഫിൻ വിഭാഗത്തിലെ ഗംഗാ ഡോൾഫിൻ. 115 ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. 116 ലോക വന്യജീവി ഫണ്ട് അഥവാ WWFൻ്റെ ചിഹ്നം ഏത്? ആൻസർ ഓപ്ഷൻ ബി പാണ്ട. ലോക വന്യജീവി ഫണ്ട് അഥവാ WWFൻ്റെ ചിഹ്നമാണ് പാണ്ട. 117 2025 ഇന്ത്യയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? ആൻസർ ഓപ്ഷൻ ബി ജ്ഞാനേഷ് കുമാർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. 118 ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. 119 ദേശീയ ഗീതം അഥവാ വന്ദേ മാതരം രചിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ. ദേശീയ ഗീതം അഥവാ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ എന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജി. 120 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ ബി 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതിയാണ് 1950 ജനുവരി 26. 121 ലോക ആരോഗ്യ സംഘടനയുടെ അതായത് WHO ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ജനീവ. ലോക ആരോഗ്യ സംഘടന അതായത് WHO ആസ്ഥാനം ജനീവ. 122 യുനെസ്കോയുടെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി ആണ് പാരീസ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. 123 ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം? ഓപ്ഷൻ ബി ന്യൂയോർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. 124 ലോക ബാങ്കിൻ്റെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ് വാഷിങ്ടൺ DC. ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ DC. 125 IMFൻ്റെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ് വാഷിങ്ടൺ DC. IMFൻ്റെയും ലോകബാങ്കിൻ്റെയും ആസ്ഥാനം വാഷിങ്ടൺ DC. 126 FAOയുടെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ് റോം. 127 ILOയുടെ ആസ്ഥാനം? ഓപ്ഷൻ ബി ജനീവ. ILOയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി ജനീവ.
128. യുനിസെഫിയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി ന്യൂയോർക്ക്. യുനിസെഫിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ ബി ന്യൂയോർക്ക്. 129. അന്താരാഷ്ട്ര നീതിന്യായ കോടതി അതായത് ICJയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ഹേഗ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥിതി ചെയ്യുന്നത് ഹേഗ്. 130. നാറ്റോയുടെ ആസ്ഥാനം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ബ്രസൽസ്. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്. 131. ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഓപ്ഷൻ എ ജൂൺ 5. 132. ലോക ഓസോൺ ദിനം ആൻസർ ഓപ്ഷൻ എ ആണ് സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. 133. ലോക ജലദിനം ആൻസർ ഓപ്ഷൻ എ ആണ് മാർച്ച് 22. ലോക ജലദിനം മാർച്ച് 22. 134. ലോക വനദിനം മാർച്ച് 21. ലോക വനദിനം മാർച്ച് 21. 135. ലോക മണ്ണ് ദിനം ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് ഡിസംബർ 5. ലോക മണ്ണ് ദിനം ഡിസംബർ 5. 136. ദേശീയ ശാസ്ത്ര ദിനം ആൻസർ ഓപ്ഷൻ എ ഫെബ്രുവരി 28. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. 137. ദേശീയ സാങ്കേതിക ദിനം ആൻസർ ഓപ്ഷൻ എ മെയ് 11. ദേശീയ സാങ്കേതിക ദിനം ഓപ്ഷൻ എ മെയ് 11. 138. ലോക ക്ഷയരോഗ ദിനം ആൻസർ ഓപ്ഷൻ എ ആണ് മാർച്ച് 24. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. 139. ലോക മലേറിയ ദിനം ആൻസർ ഓപ്ഷൻ എ ആണ് ഏപ്രിൽ 25. ലോക മലേറിയ ദിനം ഏപ്രിൽ 25. 140. ലോക രക്തദാന ദിനം ആൻസർ ഓപ്ഷൻ എ ആണ് ജൂൺ 14. ലോക രക്തദാന ദിനം ആൻസർ ഓപ്ഷൻ എ ജൂൺ 14. 141. ദേശീയ വോട്ടർ ദിനം ആൻസർ ഓപ്ഷൻ എ ജനുവരി 25. ദേശീയ വോട്ടർ ദിനം ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് ജനുവരി 25. 142. ദേശീയ യുവജന ദിനം ആൻസർ ഓപ്ഷൻ എ ജനുവരി 12. ദേശീയ യുവജന ദിനം ജനുവരി 12. 143. ലോക മനുഷ്യാവകാശ ദിനം ആൻസർ ഓപ്ഷൻ എ ഡിസംബർ 10. 144. ലോക ഭക്ഷ്യ ദിനം ആൻസർ ഓപ്ഷൻ എ ആണ് ഒക്ടോബർ 16. 145. ലോക ടൂറിസ ദിനം ആൻസർ ഓപ്ഷൻ എ സെപ്റ്റംബർ 27. ലോക ടൂറിസ ദിനം സെപ്റ്റംബർ 27. 146. ദേശീയ കായിക ദിനം ആൻസർ ഓപ്ഷൻ എ ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനം ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് ഓഗസ്റ്റ് 29. 147. ലോക സാക്ഷരതാ ദിനം ആൻസർ ഓപ്ഷൻ എ സെപ്റ്റംബർ 8. ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. 148. ലോക സമാധാന ദിനം ആൻസർ ഓപ്ഷൻ എ സെപ്റ്റംബർ 21. ലോക സമാധാന ദിനം സെപ്റ്റംബർ 21. 149. ദേശീയ ഭരണഘടനാ ദിനം ആൻസർ ഓപ്ഷൻ എ നവംബർ 26. ദേശീയ ഭരണഘടനാ ദിനം നവംബർ 26. 150. 2025-26 PSC പരീക്ഷകളിൽ കറന്റ് അഫയേഴ്സിന് ഏറ്റവും പ്രാധാന്യമായി ശ്രദ്ധിക്കേണ്ട മേഖല ആൻസർ ഓപ്ഷൻ എ ആണ് ദേശീയ അന്തർദേശീയ സംഭവ വികാസങ്ങൾ, നിയമനങ്ങൾ, അവാർഡുകൾ, റിപ്പോർട്ടുകൾ, കേരളം ശാസ്ത്ര സാങ്കേതിക വിദ്യ. 151. ഇന്ത്യയുടെ ആദ്യ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ പ്ലാന്റ് പ്രഖ്യാപിച്ച സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി ഗുജറാത്ത്. ഇന്ത്യയുടെ ആദ്യ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ പ്ലാന്റ് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. 152. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രധാന വിഷയം ആൻസർ ഓപ്ഷൻ സി അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രധാന വിഷയം അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ. 153. ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അതായത് 2025 ആൻസർ ഓപ്ഷൻ ബി ആണ് ജ്ഞാനേഷ് കുമാർ. 154. 2025 G7 ഉച്ചകോടി നടന്ന രാജ്യം ഓപ്ഷൻ എ ഫ്രാൻസ്, ഓപ്ഷൻ ബി ഇറ്റലി, ഓപ്ഷൻ സി കാനഡ, ഓപ്ഷൻ ഡി ജപ്പാൻ. ആൻസർ ഓപ്ഷൻ സി കാനഡ. 2025 G7 ഉച്ചകോടി നടന്ന രാജ്യം കാനഡ. 155. ബ്രിക്സിൽ 2025 പുതിയ അംഗമായി ചേർന്ന രാജ്യം ആൻസർ ഓപ്ഷൻ ബി ഇന്തോനേഷ്യ. ബ്രിക്സിൽ 2025 പുതിയ അംഗമായി ചേർന്ന രാജ്യം ഇന്തോനേഷ്യ. 156. 2025 അന്താരാഷ്ട്ര യോഗാ ദിനം ഏത് തീയതിയാണ് ആൻസർ ഓപ്ഷൻ ബി ജൂൺ 21.
2025 അന്താരാഷ്ട്ര യോഗാ ദിനം ഏത് തീയതിയാണ്? ജൂൺ 21. 157 ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നത് ഓഗസ്റ്റ് 23. 158 ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര്? ആൻസർ ഓപ്ഷൻ എ വിക്രം. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര്? ആൻസർ ഓപ്ഷൻ എ വിക്രം. 159 ചന്ദ്രയാൻ 3 റോവറിൻ്റെ പേര്? ആൻസർ ഓപ്ഷൻ ബി പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 റോവറിൻ്റെ പേര് പ്രഗ്യാൻ. 160 ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം? ആൻസർ ഓപ്ഷൻ എ ആണ് ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. 161 ഗഗൻയാൻ പദ്ധതിയുടെ ലക്ഷ്യം? ആൻസർ ഓപ്ഷൻ ബി മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുക. ഗഗൻയാൻ പദ്ധതിയുടെ ലക്ഷ്യം മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുക. 162 കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ? ആൻസർ ഓപ്ഷൻ ബി മലയാളം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളം. 163 കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം? ആൻസർ ഓപ്ഷൻ ഡി നീലഗിരി താർ. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം നീലഗിരി താർ. 164 കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി? ആൻസർ ഓപ്ഷൻ ബി ഹോൺബിൽ. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഹോൺബിൽ അഥവാ മലമുഴക്കി വേഴാമ്പൽ. 165 കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം? ആൻസർ ഓപ്ഷൻ ബി തെങ്ങ്. കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം? ആൻസർ ഓപ്ഷൻ ബി തെങ്ങ്. 166 കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം? ആൻസർ ഓപ്ഷൻ ബി കണിക്കൊന്ന. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. 167 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ ബി 1950 ജനുവരി 26. 168 ദേശീയ വോട്ടർ ദിനം? ഓപ്ഷൻ എ ജനുവരി 25. ഈ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്നാലും പിന്നെ റിപ്പീറ്റ് ചെയ്യണം ചോദിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മറക്കരുത്. അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. 169 ലോക വനിതാ ദിനം? ആൻസർ ഓപ്ഷൻ ബി മാർച്ച് 8. ലോക വനിതാ ദിനം മാർച്ച് 8. 170 ലോക ജലദിനം? ആൻസർ ഓപ്ഷൻ എ മാർച്ച് 22. ലോക ജലദിനം? ആൻസർ ഓപ്ഷൻ എ മാർച്ച് 22. 171 ലോക പരിസ്ഥിതി ദിനം? ആൻസർ ഓപ്ഷൻ എ ആണ് ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. 172 ദേശീയ ശാസ്ത്ര ദിനം? ആൻസർ ഓപ്ഷൻ എ ഫെബ്രുവരി 28. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. 173 ദേശീയ യുവജന ദിനം? ആൻസർ ഓപ്ഷൻ എ ജനുവരി 12. ദേശീയ യുവജന ദിനം ജനുവരി 12. 174 ദേശീയ അധ്യാപക ദിനം? ആൻസർ ഓപ്ഷൻ എ സെപ്റ്റംബർ 5. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5. 175 ദേശീയ കായിക ദിനം? ആൻസർ ഓപ്ഷൻ എ ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. 176 ലോക ഭക്ഷ്യ ദിനം? ആൻസർ ഓപ്ഷൻ എ ഒക്ടോബർ 16. ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ 16. 177 ലോക ആരോഗ്യ ദിനം? ആൻസർ ഓപ്ഷൻ എ ഏപ്രിൽ 7. ലോക ആരോഗ്യ ദിനം? ആൻസർ ഓപ്ഷൻ എ ആണ് ഏപ്രിൽ 7. 178 ലോക എയ്ഡ്സ് ദിനം? ആൻസർ ഓപ്ഷൻ ബി ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. 179 ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത്? ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. 180 ദേശീയ ഗീതം രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആൻസർ ഓപ്ഷൻ ബി ആണ്. ദേശീയ ഗീതം രചിച്ചത്? ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി. 181 ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി? ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ. 182 ഇന്ത്യയുടെ ദേശീയ മൃഗം? ആൻസർ ഓപ്ഷൻ ബി കടുവ. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. 183 ഇന്ത്യയുടെ ദേശീയ പക്ഷി? ആൻസർ ഓപ്ഷൻ എ മയിൽ. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. 184 ഇന്ത്യയുടെ ദേശീയ ജലജീവി? ആൻസർ ഓപ്ഷൻ എ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഡോൾഫിൻ. 185 ഇന്ത്യയുടെ ദേശീയ പുഷ്പം? ആൻസർ ഓപ്ഷൻ ബി താമര. 187 ഇന്ത്യയുടെ ദേശീയ ഫലം? ആൻസർ ഓപ്ഷൻ ബി മാമ്പഴം. ഇന്ത്യയുടെ ദേശീയ ഫലം? ആൻസർ ഓപ്ഷൻ ബി മാമ്പഴം. 187 ഇന്ത്യയുടെ ദേശീയ വൃക്ഷം? ആൻസർ ഓപ്ഷൻ എ ആൽമരം. 188 ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്? ആൻസർ ഓപ്ഷൻ എ ഉദയ് കുമാർ.
ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഉദയ്കുമാർ. 189 കേരള പിറവി ദിനം. ആൻസർ ഓപ്ഷൻ എ നവംബർ 1. കേരള പിറവി ദിനം നവംബർ 1. 190 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം. ആൻസർ ഓപ്ഷൻ ബി ആണ് ഓഗസ്റ്റ് 15. 191 റിപ്പബ്ലിക് ദിനം. ആൻസർ ഓപ്ഷൻ എ ജനുവരി 26. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15-നും റിപ്പബ്ലിക് ദിനം ജനുവരി 26-നുമാണ്. അതുപോലെ 192ാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധി ജയന്തി എന്നാണ്. ആൻസർ ഓപ്ഷൻ എ ഒക്ടോബർ 2. 3 പ്രധാന പോയിന്റുകൾ പഠിച്ചു. സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15, റിപ്പബ്ലിക് ദിനം ജനുവരി 26, ഗാന്ധി ജയന്തി ഒക്ടോബർ 2. 193 ഭരണഘടനാ ദിനം. ആൻസർ ഓപ്ഷൻ എ നവംബർ 26. 194 ദേശീയ ഐക്യദിനം. ആൻസർ ഓപ്ഷൻ എ ഒക്ടോബർ 31. ദേശീയ ഐക്യദിനം ഒക്ടോബർ 31. 195 ലോക തപാൽ ദിനം. ആൻസർ ഓപ്ഷൻ എ ഒക്ടോബർ 9. ലോക തപാൽ ദിനം. ആൻസർ ഓപ്ഷൻ എ ഒക്ടോബർ 9. 196 ദേശീയ ഉപഭോക്തൃ ദിനം. ആൻസർ ഓപ്ഷൻ എ ഡിസംബർ 24. ദേശീയ ഉപഭോക്തൃ ദിനം. ആൻസർ ഓപ്ഷൻ എ ഡിസംബർ 24. 197 ലോക ജനസംഖ്യാ ദിനം. ആൻസർ ഓപ്ഷൻ എ ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. 198 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. ആൻസർ ഓപ്ഷൻ എ സെപ്റ്റംബർ 8. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. 199 ലോക ടൂറിസ ദിനം. ആൻസർ ഓപ്ഷൻ എ സെപ്റ്റംബർ 27. ലോക ടൂറിസ ദിനം സെപ്റ്റംബർ 27. 200 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം. ഓപ്ഷൻ എ ഡിസംബർ 10. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ഇതോടെ ഈ ഫസ്റ്റ് പാർട്ട് ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. ഇത് 500+ ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇത് 10th പ്രിലിംസ് എക്സാമിന് സ്റ്റഡി ചെയ്യണ, അതായത് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ അടുത്ത പാർട്ടുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.